ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രത്യാശ കൗൺസിലിംഗ് സെന്റർ ഡയറക്ടറും ക്ലിനിക്കൽ കൗൺസിലറുമായ ശ്രീ വർക്കിച്ചൻ പി മേനാച്ചേരി അവர்களാണ്. ഇന്ന് പല മാതാപിതാക്കളുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഉത്കണ്ഠ ഉണ്ടാവും. അതായത് എക്സാം ടൈമിൽ പിള്ളേർക്കുള്ള ആ ഒരു ടെൻഷൻ, അവരനുഭവിക്കുന്ന ആ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ആ ഒരു പ്രശ്നങ്ങൾ മുഴുവനും മാതാപിതാക്കൾക്കും ഉണ്ടാവും. ആ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ അധ്യാപകരുടെ പലതരത്തിലുള്ള ആകുലതകൾ, അതായത് ഇനി എന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെ പല സംശയങ്ങൾക്കും അദ്ദേഹം നമുക്ക് മറുപടി നൽകുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊപ്പം തന്നെ മാതാപിതാക്കൾക്കും ഭയങ്കര ടെൻഷനായിരിക്കും. ടെൻഷൻ മാത്രമല്ല, അതുമൂലം അവർക്ക് ഭയങ്കര ശാരീരിക അസ്വസ്ഥതകളും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. കുട്ടികളെക്കാളും എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണ് സാർ? എങ്ങനെയെങ്കിലും തൻ്റെ മക്കളെ ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തിക്കുക, അത് എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും എൻ്റെ മക്കൾ മുൻനിരയിൽ വരണം എന്ന് ഓരോ മാതാപിതാക്കളും വിചാരിക്കുന്നു. അപ്പോൾ അവരുടെ നിലവാരത്തിനൊത്ത് മക്കൾ ഉയരാതെ വരുമ്പോൾ അവർക്ക് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാവും, അവർ ടെൻഷനാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പഠിക്കുന്ന സമയം, അവർക്ക് രാവിലെയാണോ പഠിക്കേണ്ടത്, വൈകുന്നേരമാണോ പഠിക്കേണ്ടത്, ഇല്ലേ വേറെ സമയത്താണോ പഠിക്കേണ്ടത്, അവർക്ക് തന്നെ ഒരു ഇതില്ല. പല കുട്ടികൾക്കും പലതരത്തിലുള്ള ഇതായിരിക്കും, അഭിരുചിയായിരിക്കും. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏത് ടൈമാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? അതിൻ്റെ ശാസ്ത്രീയമായ ടൈം എന്ന് പറയുന്നത് വെളുപ്പിന് 4:30 തുടങ്ങി 6 വരെയാണ്. അതായത് ബ്രാഹ്മ മുഹൂർത്തം എന്ന്, സരസ്വതി യാമം എന്നൊക്കെ അതിന് പേര് പറയും. പക്ഷെ അത് സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ 4:30 തുടങ്ങി 6 വരെയുള്ള സമയത്ത് പൊടിപടലങ്ങൾ ഉണ്ടാവില്ല, ശബ്ദമലിനീകരണമില്ല, ഓക്സിജന് ധാരാളം ഔഷധ ശക്തി ഉള്ള ഓക്സിജൻ ലഭിക്കുന്നു. ആ സമയത്ത് എഴുന്നേറ്റ് പഠിച്ചാൽ അവർക്ക് കൂടുതൽ അത് ഗ്രഹിക്കാനും അത് മനസ്സിൽ പതിഞ്ഞു കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ല ടൈം. പിന്നെ കുട്ടികളെങ്ങനെ ശീലിച്ചു എന്നുള്ളത് ചിലപ്പോൾ അവർ ഉച്ചയ്ക്ക് പഠിച്ചായിരിക്കും, അല്ലെങ്കിൽ പാതിരാത്രി പഠിക്കുന്നതായിരിക്കും, ബസ്സിലിരുന്ന് വായിക്കുന്നതായിരിക്കും, ട്രെയിനിലിരുന്ന് വായിക്കുന്നതായിരിക്കും. അത് അവരങ്ങനെ ശീലിച്ചു പോയെങ്കിൽ പെട്ടെന്ന് അതിനൊരു മാറ്റം വരുത്തണ്ട. കാരണം അത് അങ്ങനെ എക്സാം കഴിയുന്നവരെ അവരങ്ങനെ തുടർന്നോട്ടെ. എക്സാം കഴിയുമ്പോൾ വെക്കേഷൻ സമയത്തെങ്കിലും ഒരു റൊട്ടീൻ ഉണ്ടാക്കണം. അതായത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് മാതാപിതാക്കളും അധ്യാപകരും അവരെ ബോധവൽക്കരിക്കുക. ആ രീതിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പരീക്ഷ സമയമായതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം വരുത്തണ്ട. അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ടൈം ഏതാണോ അത് തിരഞ്ഞെടുക്കട്ടെ. അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കണം. അധ്യാപകർക്കാണ് ആദ്യം ക്ലാസ് കൊടുക്കേണ്ടത്. കാരണം അധ്യാപകരും ഈ മാതാപിതാക്കളെ പോലെ കോമ്പറ്റീഷൻ മേഖലയിലാണ്. കാരണം എൻ്റെ വിഷയം, എൻ്റെ കുട്ടികൾ അവരേറ്റവും മെച്ചപ്പെട്ടതാവണം എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഒത്തിരി പ്രഷർ കൊടുക്കുന്നുണ്ട്. അനാവശ്യമായ പ്രഷർ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ ശല്യം കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ പോലും ഉണ്ട്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് അധ്യാപകർക്കാണ്, രണ്ടാമത് പേരൻസിന്, മൂന്നാമത് കുട്ടികൾക്ക്. ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ, അതായത് ഇപ്പം എൻ്റെ മോളായിരുന്നാലും എല്ലാവരായിരുന്നാലും ഈ കാലഘട്ടത്തിൽ സകല കുട്ടികളും ഫോളോ ചെയ്യുന്ന ഒന്ന്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റംസ് നോൺ വെജ് ആണ്. ഫുൾ ടൈം മീൻസ് കാലത്തായിരുന്നാലും ഉച്ചയ്ക്കായിരുന്നാലും വൈകുന്നേരം ആയിരുന്നാലും നോൺ വെജ് ആണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു എക്സാം ടൈം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, അധികം ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നോൺ വെജ് ആണ്. അത് എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഈ എക്സാം ടൈമിൽ കൊടുക്കേണ്ടത്? ഫുഡ് ഐറ്റംസ് എപ്പോഴും എക്സാം ടൈമിൽ മാത്രമല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും വെജ് ആഹാരം പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് ദഹിക്കാൻ, പോഷകാംശങ്ങൾ കൂടുതൽ കിട്ടാൻ ഒക്കെ നല്ലത്. ഈ നോൺ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത മുഴുവൻ ഈ ദഹന പ്രക്രിയയിലേക്ക് പോകും. അപ്പോൾ അവർക്കൊരു മയക്കം വരും. അപ്പോൾ ക്ഷീണിച്ച് പഠിക്കുമ്പോൾ അവർക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ ഭക്ഷണം കഴിഞ്ഞ് ഉടനെ പഠിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ വരുന്നുണ്ട്. ഇപ്പം നോൺ ഒഴിവാക്കിയിട്ട്, നോൺ വേണമെങ്കിൽ ഇനി വീണ്ടും കഴിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, പരീക്ഷാ സമയത്തെങ്കിലും വെജ് ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. അതേപോലെ വെള്ളം കൂടുതൽ കുടിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ട് ഉടനെ പഠിക്കാതിരിക്കണം. ഒരു 5-10 മിനിറ്റൊക്കെ ഒരു ചെറിയൊരു മയക്കം കഴിഞ്ഞിട്ട് പഠിക്കുന്നത്, ഫ്രഷായിട്ട് പഠിക്കുന്നതാണ് നല്ലത്.
അപ്പോഴാണ് അവർക്ക് ആ പ്രവർത്തനക്ഷമത കൈവരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർ ചൂസ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള പഠനത്തെക്കാളും കമ്പൈൻ സ്റ്റഡിയാണ്. മറിച്ച് മാതാപിതാക്കൾ ചൂസ് ചെയ്യുന്നത് ട്യൂഷൻ സെൻറ്ററിൽ പറഞ്ഞു വെച്ചിട്ടാണ് അവർക്ക് എപ്പോഴേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. സാറുടെ അഭിപ്രായത്തിൽ എങ്ങനെയുള്ള പഠനമാണ് കൂടുതലായിട്ട് ബെനിഫിറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്? അത് പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള കുട്ടികൾ എപ്പോഴും സ്വന്തമായിട്ട് പഠിക്കുന്നതാണ് അവർക്ക് അഭികാമ്യം. കാരണം അവരുടെ സംശയങ്ങൾ, അവർക്ക് എന്താണ് പോരായ്മ എന്ന് അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അത് ഫ്രണ്ട്സിനറിയില്ല, ടീച്ചേഴ്സിനറിയില്ല. അപ്പോൾ എനിക്കെന്താണ് കുറവ്, ഞാൻ ഏത് വിഷയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതിലേത് പാർട്ടാണ്, ഏത് പോയമാണ്, ഏത് മാത്സാണ്, ഏത് ഗ്രാമറാണ്, അത് വ്യക്തിപരമായിട്ട് കുട്ടികൾക്കറിയാം. അപ്പോൾ അവർ അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാം കഴിഞ്ഞ് അവർ ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡി നടത്താം. കാരണം ഒരു ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ അത് ചെയ്യാം. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ട്യൂഷൻ സെൻറ്ററിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ട്യൂഷൻ സെൻറ്ററിനെ ആശ്രയിക്കുമ്പോൾ പല വിദ്യാലയങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് ട്യൂഷൻ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് അവരുടെ കാര്യങ്ങൾ മൊത്തമായിട്ട് കോമൺ ആയിട്ടാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ചില കുട്ടികളെ ടച്ച് ചെയ്യാൻ പോലും, അവരുടെ വിഷയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോലും ട്യൂഷൻ മാസ്റ്റർമാർക്ക് കഴിഞ്ഞെന്ന് വരുന്നു. അപ്പോൾ വെറുതെ സമയം വേസ്റ്റാണ് അത് ഇനി ട്യൂഷൻ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ വന്ന് ആ കുടുംബത്തിലിരുന്ന് അവനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വിഷയങ്ങൾ, അവൻ്റെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, മാറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അല്ലാതെ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്നത് വെറുതെ സമയം കൊല്ലിയാണ്. അത് ഒഴിവാക്കുകയാണ് പേരൻസ് ചെയ്യേണ്ടത്. സാർ, ഈ എല്ലാ സബ്ജക്റ്റിലും ട്യൂഷൻ അങ്ങനെയുള്ളൊരു നിലപാടിനോട് സാർ യോജിക്കുന്നുണ്ടോ? എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ എടുക്കുന്നതാണ് ഈ ട്യൂട്ടോറിയൽ കോളേജുകളുടെ ഒരു സിലബസ്, ഒരു രീതി അങ്ങനെയാണ്. കാരണം അവർ ഒരു സ്ഥാപനം നടത്താണല്ലോ, അതൊരു ബിസിനസ്സാണ്. ട്യൂഷൻ സെൻ്റർ എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണല്ലോ. അപ്പം അവർ മാത്സിന് ബുദ്ധിമുട്ടായിട്ട് ഒരു കുട്ടി അമ്മയും കൂടി ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും മാത്സ് മാത്രം എല്ലാം കൂടി ആവട്ടെ, ഇനി അതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട എന്നുള്ള ബിസിനസ് നാക്കിൽ അവർ പറയുമ്പോൾ കുട്ടിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും കൂടി സമയം കളയേണ്ടി വരും, ഫീസ് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ വിഷയത്തിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വന്ന് അവന് ആവശ്യമായ കാര്യം പറഞ്ഞു കൊടുക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ട്യൂഷൻ സെൻ്ററിൽ പോകണമെങ്കിൽ തന്നെ നിർബന്ധമായിട്ട് ആ കുട്ടിയുടെ സബ്ജക്റ്റിന് വേണ്ടി മാത്രം സമയം കളയുക. അത് കഴിഞ്ഞ് അവന് തിരിച്ചു വരാം. ഇതെല്ലാവർക്കും വേണ്ടി ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ മാതാപിതാക്കൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൊറോണയ്ക്ക് ശേഷം കുട്ടികൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിനെയാണ്. അതായത് ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസ്സിൽ പോകാത്ത ടൈമിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പോയ ആ കാലഘട്ടത്തിന് ശേഷവും ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിലും കുട്ടികൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് അങ്ങനെയുള്ള ഓൺലൈൻ കാര്യങ്ങളെയാണ്. ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എഫക്റ്റീവാണ്. ആ സമയത്തുള്ള മാർക്ക് കിട്ടും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് അത് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഏത് സമയത്തും കുട്ടികൾ മൊബൈൽ ഫോണിൽ. സാറിൻ്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? മൊബൈൽ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികളെ പോലും ടീച്ചേഴ്സും പേരൻസും അതിന് വേണ്ടി തയ്യാറാക്കി അവരതിനകത്ത് മുഴുകി. കോവിഡിന് ശേഷം പിന്നെ അവർക്ക് അതിൽ നിന്ന് ആ അഡിക്ഷനിൽ നിന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇപ്പോൾ അവർ പഠനം എന്ന വ്യാജേന അവർ 5-10 മിനിറ്റ് പഠനം കഴിഞ്ഞിട്ട് അവർ മറ്റുള്ള മസാലപ്പടങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഗെയിംസോ അങ്ങനെയൊക്കെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പഠനത്തിൻ്റെ ഭാഗം തന്നെ എടുത്താലും അടിസ്ഥാനപരമായൊരു പഠനം ഒരിക്കലും യൂട്യൂബിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതൊരു ആ സമയലാഭം. പരീക്ഷാ സമയത്ത് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കളക്ട് ചെയ്ത് പോയി പരീക്ഷ എഴുതി, ആ പരീക്ഷയിൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയേക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒരു വിദ്യാഭ്യാസത്തിന് അത് സാധിക്കില്ല. കാരണം നമ്മൾ ഇത് ഒരു വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സിൽ പോയി ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതും യൂട്യൂബിൽ നിന്ന് പഠിപ്പിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അത് അധ്യാപകൻ പഠിപ്പിക്കുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കും. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻസ് മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കുന്നു എന്നുള്ളതല്ലാതെ ആ കുട്ടിക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ഒരു അറിവ്
വ്യക്തമായി ലഭിക്കില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒന്ന് അവസാന ഒരു ടച്ചിങ് എന്നുള്ള രീതിയിൽ എല്ലാം പഠനം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് മാർഗം. അത് മെയിനായിട്ട് എടുത്താൽ അവരുടെ ഭാവി നഷ്ടപ്പെടും. അത് കൂടാതെ അവർ അതിന് അഡിക്റ്റായി പോവുകയും ചെയ്യും. പല സമർത്ഥരായിട്ടുള്ള കുട്ടികളെയും താഴോട്ടാക്കുന്നത് മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡാണ്. മീൻസ് പല നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ക്ലാസ് ടെസ്റ്റിലായിരുന്നാലും എല്ലാത്തിലും നല്ല മാർക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ടാവും. എക്സാം ടൈം ആവണ സമയത്ത് ഒറ്റയടിക്ക് അവർ താഴോട്ട് പോകും. അതിന് അവർ തന്നെ എക്സ്ക്യൂസ് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ ഓവറായിട്ട് ഒരുപാട് ആകാംക്ഷയാണ് അവരെ കുറിച്ചിട്ട്. മാത്രമല്ല അവരെ നിർബന്ധിച്ചിട്ട് ഇത്ര മാർക്ക് മേടിക്കണം, അങ്ങനെ പല അവരുടെ നിർബന്ധപ്രകാരമാണ് ഇവർ പഠിക്കുന്നു എന്ന രീതിയിലായി പോകുന്നുണ്ട്. അത് തന്നെയാണ് പല കുട്ടികളും താഴോട്ട് പോകുന്നത്. ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നല്ലൊരു ബോധവൽക്കരണം ഈ വിഷയത്തിൽ കൊടുക്കണം. കാരണം കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളതാണ്. പഠനത്തിനുള്ളൊരു ആഗ്രഹം ജനിപ്പിക്കുക. അല്ലാതെ ഇത്ര സമയം പഠിക്കണം, ഇത്ര മാർക്ക് വാങ്ങിക്കണം, ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുക, നെയ്ബേഴ്സിനെ കമ്പയർ ചെയ്യുക, ബന്ധുമിത്രാദികളെ കമ്പയർ ചെയ്യുക, ആ ഒരു പരിപാടി ടീച്ചേഴ്സും പേരൻസും മാറ്റിയെടുക്കണം. എൻ്റെ കുട്ടിക്ക് ഡോക്ടറാകാനാണ് ആഗ്രഹമെങ്കിൽ അതിനെ ഡോക്ടറാക്കുക. അതിന് ചിലപ്പോൾ ചെണ്ട കൊട്ടാനായിരിക്കും ആഗ്രഹം, അതിനെ ചെണ്ട കൊട്ടാൻ വിടുക. പാട്ട് പഠിക്കാനായിരിക്കും ആഗ്രഹം. അല്ലാതെ മറ്റുള്ളവർ എന്ത് കാണിക്കുന്നു അതനുസരിച്ച് എൻ്റെ മക്കളാക്കി തീർക്കണം എന്നുള്ള രീതിയിൽ പേരൻസും ടീച്ചേഴ്സും ഇവരെ കമ്പൽ ചെയ്യുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ബേർഡൻ ഉണ്ടാവും. അത് സാധിക്കാതെ വരുമ്പോൾ അവർ തെറ്റായിട്ട് പ്രതികരിക്കുമ്പോൾ പേരൻസിന് ഡിപ്രഷൻ വരും, പേരൻസിന് നിരാശ വരും, പേരൻസ് ഇവരെ ശല്യപ്പെടുത്തും, ഇവരുമായിട്ട് വഴക്കിടും. അങ്ങനെ വരുമ്പോൾ കുടുംബാന്തരീക്ഷവും കൂടി നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരൻസിനും ടീച്ചേഴ്സിനും ഈ കാര്യത്തിൽ വലിയൊരു ബോധവൽക്കരണം നടത്തണം. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം. ഓവർ ഫ്രീഡം കൊടുക്കരുത്, ഓവർ സ്ട്രിക്റ്റ് ആവരുത്, ബാലൻസ് ചെയ്ത് പോകണം. ഫ്രീഡം കൊടുക്കണം. അവർക്ക് പഠിക്കാനുള്ള സമയം ഏതാണെന്ന് അവരോട് ചോദിച്ചിട്ട് അത് അവർക്ക് അനുവദിച്ചു കൊടുക്കണം. അവർക്ക് ഏത് വിഷയം പഠിക്കണമെന്ന് സെലക്ട് ചെയ്യണം. SSLC ഒക്കെ കഴിയുമ്പോൾ +2 പോകുമ്പോൾ അവർക്ക് ഹ്യൂമാനിറ്റീസ് വേണോ, ബയോമാക്സ് വേണോ, കമ്പ്യൂട്ടർ സയൻസ് വേണോ, അത് അവരുടെ ചോയ്സിന് വിട്ടു കൊടുക്കണം. കാരണം അവരുടെ ആഗ്രഹത്തിന് അവർ സെലക്ട് ചെയ്താലേ അവരുടെ പഠനം നല്ല രീതിയിലേക്ക് പോവുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹത്തിനാവുമ്പോൾ അച്ഛന് വേണ്ടി ഞാൻ ഈ വിഷയം എടുത്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ക്ലാസ്സിൽ താല്പര്യം കുറയും, അവർ ഡൗൺ ആയി പോകും. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം കൂടിയാണത്. കാരണം +1 ചേർത്തുന്ന സമയത്ത് തന്നെ ഒപ്പത്തിനൊപ്പം എൻട്രൻസ് കോച്ചിങ്ങും കൂടി മാതാപിതാക്കൾ ചേർത്താറുണ്ട്. പൊതുവായിട്ട് മാർക്ക് കൂടിയ കുട്ടികൾക്ക് മെഡിക്കൽ ഫീൽഡിലോട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടും, കുറഞ്ഞ കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്നല്ല പണ്ട് മുതലേ ഉള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തിട്ട് നല്ല നിലവാരത്തിൽ എത്തിപ്പെടേണ്ട കുട്ടികൾ തരംതാന്ന് പോകാറുണ്ട്. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് എടുത്തതുകൊണ്ട് അങ്ങനെ പല കുട്ടികളുടെ ഭാവി പോയിട്ടുണ്ട്. ഇതിനെ കുറിച്ചിട്ട് സാർക്ക് എന്താ മാതാപിതാക്കളോട് പറയാനുള്ളത്? മാതാപിതാക്കൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു ക്ലാസ്സിന്, അമ്മമാരും മക്കളും കൂടിയുള്ളൊരു ക്ലാസ്സിന് പോയപ്പോൾ, സ്ഥലമൊന്നും പറയുന്നില്ല, ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടിയും കൂട്ടുകാരും കൂടിയാണ് വന്ന് പറഞ്ഞത്, സാറേ എൻ്റെ അമ്മ എന്നെ പാലയിൽ തറച്ചേക്കാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ പാലയിൽ തറച്ചേക്കുന്നു. അപ്പോൾ എനിക്ക് ഇത് മനസ്സിലായില്ല. പാലയിൽ തറയ്ക്കുന്ന പണ്ട് ഞാൻ കേട്ടിരിക്കുന്നത് യക്ഷിമാരെയൊക്കെ പാലയിൽ തറയ്ക്കും. മോളെ എങ്ങനെയാണ് അമ്മ പാലയിൽ തറച്ചത്? അവളുടെ അമ്മ പാല ബ്രില്യൻ്റിൽ കൊണ്ടുപോയി ചേർത്തു. ഇതാണ് അവള് ഒരു തമാശ രൂപത്തിൽ പാലയെ തറച്ചു എന്ന് പറയും. ഞാൻ ചോദിച്ചു, ബ്രില്യൻ്റ് കൊണ്ടുപോയി ചേർത്തെങ്കിൽ നല്ല അമ്മയാണല്ലോ, മോളുടെ നല്ല പുരോഗതിക്ക് വേണ്ടിയല്ലേ ചേർത്തത്? അപ്പോൾ കൊച്ചു പറഞ്ഞു, എനിക്ക് ഇക്കണോമിക്സ് എടുത്ത്, എനിക്ക് PG ഇക്കണോമിക്സ് എടുത്ത് MPhilന് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മ നിർബന്ധ ബുദ്ധിയോടെ ആ +2 കഴിഞ്ഞപ്പോൾ എന്നെ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ നിർബന്ധിച്ചു. കൂടാതെ ബ്രില്യൻ്റ് കൊണ്ടേ ആക്കി. അമ്മയ്ക്ക് ഡോക്ടറാവണം, ഞാൻ ഡോക്ടറായി കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് അമ്മ എന്നെ പാലയെ തറച്ചേക്കാണെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം ആ കുട്ടിയുടെ അമ്മേനെ ആ ഹോളിൽ വെച്ച് തന്നെ സംസാരിച്ചു, നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ആ കുട്ടിക്ക് എക്കണോമിക്സ് എടുക്കണം, PG എടുക്കണം, MPhil എടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അത് നല്ലൊരു രീതിയിൽ വന്നേനല്ലോ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കുട്ടീനെ കേൾക്കാണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു മറുപടി പേരൻസ് പ്രത്യേകം കേൾക്കണം. അമ്മ പറഞ്ഞത്, എൻ്റെ സാറേ, എനിക്ക് ചെറുപ്പത്തിലെ ഡോക്ടറാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചില്ല.
എന്നാൽ എൻ്റെ മകളെ ഡോക്ടറായി കാണാം എന്ന് ഉള്ളൊരാഗ്രഹത്തിലാണ് ഞാനിത് നിർബന്ധിക്കുന്നത്. ഇപ്പോൾ നോക്കി, അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി കുട്ടിയെ ബലികഴിക്കുക ഇതൊരു കേസല്ല. പല മാതാപിതാക്കളും ഇങ്ങനെയുള്ള അബദ്ധം കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്കാവാൻ പറ്റാത്തത് കുട്ടികളിൽ കൂടി കണ്ട് നിർവൃത്തി അടയുക. നോ 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 നോ. കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾക്ക് ആരാകണം, നിങ്ങൾക്ക് എന്താകണം. ആ കോഴ്സിലേക്ക് അവരെ പ്രവേശിപ്പിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അതിനകത്ത് അവർ നന്നായിട്ട് കർക്കുകയും ചെയ്യും. അത് പ്രത്യേകം മാതാപിതാക്കൾ ഓർക്കുക. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം കുടുംബത്തിലെ മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും. അത് അവരുടെ പഠനത്തെ സാരമായി ബാധിക്കാറുണ്ട്. പഠനത്തെ ബാധിക്കൽ മാത്രമല്ല, വഴിതെറ്റി പോകാനുള്ള ചാൻസും കൂടുതലാണ്. പലവരും പല ബന്ധങ്ങളിലോട്ടും എത്തിപ്പെടുന്നത് വീട്ടിലുള്ള താളം തെറ്റലാണ്. അതിന് സാർക്ക് മാതാപിതാക്കളോട് എന്താ പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണ് രാധിക ചോദിച്ചത്. ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കൗൺസിലിംഗ് സംബന്ധിച്ച് ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ഒരു പ്രത്യേക വിഷയമാണിത്. പല കുട്ടികളും സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു, പ്രേമബന്ധങ്ങളിലേക്ക് പോകുന്നു, ലൈംഗിക ആസക്തികളിലേക്ക് പോകുന്നു, മദ്യപാനത്തിലേക്ക് പോകുന്നു, മറ്റുള്ള മോശമായ പല സൈഡിലേക്ക് പോകുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള ആശയക്കുഴപ്പം. അവർ രണ്ടുപേരും, മാതാവും പിതാവും, തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയും കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്യുന്നു. മാതാവെന്ന് പറയും, പിതാവെന്ന് പറയും. അവർക്കൊരു ഏകത്വ ഭാവം, ഏകീഭാവം കുടുംബത്തിലില്ല, അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാതാപിതാക്കൾ സ്വയം കുറച്ചെങ്കിലും സഹിക്കുന്നവരും, നമ്മുടെ മക്കൾക്ക് വേണ്ടി ആണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യബോധം അവർക്കുണ്ടാകണം. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പല പിതാക്കന്മാരും മദ്യപാനികളാണ്. അവർ മദ്യപിച്ച് വന്നിട്ട് ചിലപ്പോൾ നേരം വൈകി വരുന്നവരെയും ആ കുട്ടികൾക്കും അമ്മയ്ക്കും ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ പഠന നിലവാരം മോശപ്പെട്ടു പോകും. അവർക്ക് ഏകാഗ്രതയോടെ പഠിക്കാൻ പറ്റില്ല. കാരണം ഡാഡി എപ്പോൾ വരും, ഡാഡിക്ക് അത് സംഭവിച്ചു എന്നുള്ള ഒരു ആങ്സൈറ്റി കൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും പഠിക്കാൻ പറ്റാതെ ഈ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഘടനകളായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഉറങ്ങാനും പറ്റില്ല, പഠിക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ അവർ ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നവരായിരിക്കും, ശ്രദ്ധിക്കാൻ പറ്റാത്തവരായിരിക്കും. ഇങ്ങനെ പല ദുരിതങ്ങളും കുടുംബങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കള് ഭവനത്തിലുള്ളപ്പോൾ ഒരിക്കലും തർക്കിക്കാതിരിക്കുക, തല്ലുപിടിക്കാതിരിക്കുക. അവർക്ക് തല്ലുപിടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, തർക്കിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ മക്കളില്ലാത്ത സമയത്ത് അത് നിറവേറ്റുക. സർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് എത്ര മണിക്കൂർ ഉറക്കമാണ് അത്യാവശ്യമായിട്ടുള്ളത്? മിനിമം എത്ര മണിക്കൂർ അവർ ഉറങ്ങിയിരിക്കണം? പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു ഉറക്കമില്ല. കുട്ടികൾക്ക് ഉറക്കത്തിൻ്റെ കാര്യം പറയുന്നത് ഓരോ സ്റ്റേജും +2 വരെയുള്ള കുട്ടികൾക്ക് 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിക്കണം. 7 മണിക്കൂർ മസ്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ഈ മെലോട്രോണിൻ എന്ന് പറയുന്നൊരു ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. മെലോട്രോണിൻ ഹോർമോൺസ് ഉണ്ടെങ്കിലേ ഓർമ്മശക്തി, കോൺസെൻട്രേഷൻ പവർ ഇതൊക്കെ കിട്ടണമെങ്കിൽ മെലോട്രോണിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടണം. മെലോട്രോണിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അതിന് മരുന്നോ മന്ത്രോ അല്ലെങ്കിൽ വേറെ ആഹാര ക്രമീകരണമോ ഒന്നുമില്ല. ഉറക്കം മാത്രമാണ് അതിൻ്റെ റെമഡി. കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 8 മണിക്കൂർ +2 വരെയുള്ള കുട്ടികൾക്ക് 8 മണിക്കൂർ ഉറക്കം ലഭിക്കണം. 7 മണിക്കൂർ നിർബന്ധമായിട്ടും വേണം. ഇല്ലെങ്കിൽ അവർക്ക് ഏകാഗ്രത നഷ്ടപ്പെടും, അവർക്ക് മെമ്മറിക്ക് പ്രശ്നമുണ്ടാവും. ഇത് മരുന്ന് കൊണ്ടോ ഭക്ഷണം കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല ഈ ഹോർമോൺസ്. ഉറക്കത്തിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഉറക്കം 7 മണിക്കൂറെങ്കിലും ലഭിച്ചില്ലെങ്കിൽ ഇവരെന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പരീക്ഷ സമയത്ത് ഇവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, അവർക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരും. അപ്പം അതുകൊണ്ട് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പേരൻസും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. 8 മണിക്കൂർ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലും 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. വീട്ടിലിരിക്കുന്ന സമയത്ത് കുട്ടികളെ ഓവറായിട്ട്, അതായത് ഒരുപാട് സമയം രാത്രിയായിരുന്നാലും കാലത്തായിരുന്നാലും നിർബന്ധിച്ച് എഴുന്നേറ്റ് പഠിക്കാൻ പറഞ്ഞത് കൊണ്ടായിരിക്കും പല കുട്ടികളും ക്ലാസ്സിൽ ഉറക്കം തോന്നുന്നത്. അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല.
അതിനെക്കുറിച്ചിട്ട് മാതാപിതാക്കളോട് എന്താ പറയാനുള്ളത് സാറിന്? കുട്ടികൾക്ക് സുഗമമായ ഉറക്കം ലഭിക്കുന്നു എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. അവർ യൂട്യൂബിനെ ആശ്രയിച്ചിരിക്കുകയാണോ, അത് വേറെ ഏതെങ്കിലും വായിച്ചിരിക്കുന്നു, വേറെ സമയം കളയുന്നു. അവർക്ക് ഒരു 9:30 അല്ലെങ്കിൽ 10 മണിക്കെങ്കിലും കിടക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കണം. ഒരു 5 മണിക്ക് എഴുന്നേൽക്കാൻ ആയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇല്ലെങ്കിൽ പല കുട്ടികൾക്കും മാനസികമായ ക്ഷീണവും ശാരീരികമായ ക്ഷീണവും ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 മണിക്ക് എങ്കിലും, അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനായിട്ട് അവരെ നിർബന്ധിക്കരുത്. അവർ പരീക്ഷയാണ്, കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കുക, 12 മണിയായാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നില്ലേ, അങ്ങനെ അവരെ നിർബന്ധിച്ച് പഠിപ്പിച്ചാൽ അവരതിനകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മരവിച്ചിരുന്നുള്ളൊരു പഠനം മാതാപിതാക്കൾക്ക് വേണ്ടി അവർ പഠിക്കും. പക്ഷെ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക് അത് പതിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ കൃത്യസമയത്ത് കിടത്തി ഉറക്കി നേരത്തെ എഴുന്നേറ്റ് പഠിപ്പിക്കുന്നതായിരിക്കും ഉത്തമം. അതാണ് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എക്സാം ടൈമിൽ മാതാപിതാക്കൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള മെഡിസിൻ കൊടുക്കാറുണ്ട്. അതായത് ജ്യോതിഷ് ബ്രഹ്മി, പല ബ്രഹ്മികളും കൂടുതലായിട്ട് ഓർമ്മശക്തി കിട്ടി കൂടുതൽ മാർക്ക് ക്യാച്ച് ചെയ്യാൻ, അങ്ങനെ പലതിനും വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്, ആരോഗ്യം പുഷ്ടിപ്പെടുത്താനും. അത് എക്സാം ടൈമിലാണ് ഒരുപാട് അവർ ചെയ്യാറുള്ളത്. ഇതിനെക്കുറിച്ചിട്ട് സാറിന് എന്താ? മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ലേഹ്യം കൊണ്ടൊന്നും അവർക്ക് ഓർമ്മശക്തി കിട്ടാനൊന്നും പോണില്ല. അതൊക്കെ പരസ്യക്കാരുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻ, അത് ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദം ആണ് നല്ലത്. കാരണം അലോപ്പതി എപ്പോഴും ശരീരത്തിന് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ആയുർവേദമാണ് ഏറ്റവും നല്ലത്. അത് കഷായമായിട്ടോ അല്ലെങ്കിൽ ലേഹ്യമായിട്ടോ ഒക്കെ ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട്, പരീക്ഷ ഓർമ്മശക്തി വർദ്ധിക്കുകയൊന്നുമില്ല, ശരീരം പുഷ്ടിപ്പെടാൻ, ക്ഷീണം മാറാൻ ഒക്കെ ആയിട്ട് വല്ല ആയുർവേദ ടോണിക്കുകളോ ആയുർവേദ ലേഹ്യമോ ഒക്കെ കൊടുക്കാം. ഇനി അതും അവർക്ക് തൃപ്തിയില്ലെങ്കിൽ ഹോമിയോയിൽ പ്രതിരോധ മരുന്നുകളുണ്ട്. അത് ഓർമ്മിപ്പിച്ചത് നന്നായി. പ്രതിരോധ മരുന്നുകൾ, കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആണ് ചൂട് കാലം. അവിടെയാണ് ചിക്കൻ പോക്സ്, അഞ്ചാമ്പനി, അതേപോലെ പകർച്ചവ്യാധികളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് പ്രതിരോധ മരുന്നുകൾ ഹോമിയോയിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, ഞാനിങ്ങനെ പ്രതിരോധ മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടും. അപ്പം അങ്ങനെ ഹോമിയോ മരുന്ന് വേണമെങ്കിൽ കഴിക്കാം. അല്ലാതെ മരുന്നൊന്നും കഴിച്ചിട്ട് ഓർമ്മശക്തി വർദ്ധിക്കുകയില്ല. അതൊക്കെ പരസ്യക്കാരുണ്ടാക്കുന്നതാണ്. അതിലും നല്ലത് വളരെ സമീകൃതമായ ഫുഡ്, ആപ്പിള്, പേരയ്ക്ക, പപ്പായ, അങ്ങനെ നാച്ചുറലായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ, ഏത്തപ്പഴം, മറ്റുള്ള സാധാരണ പഴങ്ങളുണ്ടല്ലോ, ആ പഴവർഗ്ഗങ്ങളൊക്കെ, ഡേറ്റ്സ്, ഇങ്ങനെയൊക്കെ കൊടുക്കുക, കാഷ്നട്ട് കൊടുക്കുക. ഫാറ്റൊക്കെ ഒഴിവായിട്ടുള്ള ഭക്ഷണ രീതികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എനർജി കിട്ടാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം പഠിക്കുന്ന ജാഗ്രതയിൽ വെള്ളത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അവർക്ക് ഈ ശരീരത്തിൻ്റെ പ്രക്രിയ, പഠിക്കുമ്പോൾ ശരിക്കും ശരീരത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ്. ഭക്ഷണം മാത്രം പോരാ, ഭക്ഷണവും വെള്ളവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനം ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തിലും, ലളിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു കാര്യം പ്രത്യേകം പറയാം, ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും പഠിക്കുന്ന കുട്ടികൾ ഒഴിവാക്കരുത്. ട്യൂഷന് വേണ്ടി അവർ ചിലപ്പോൾ 6 മണിക്കും 5 മണിക്കൊക്കെ പാക്ക് ചെയ്തയക്കും. അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പൊതിഞ്ഞു കൊടുത്തുവിടും, അല്ലെങ്കിൽ കഴിക്കാതിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ അവരുടെ ബുദ്ധിശക്തിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, അൾസർ ഉണ്ടാവും, മൈഗ്രെയിൻ ഉണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിപ്പിച്ചിട്ടേ അവരെ കുട്ടികളെ ട്യൂഷൻ അയക്കാവൂ, ക്ലാസ്സിൽ അയക്കാവൂ. പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ പൊതിഞ്ഞു കൊടുത്ത് വിട്ടിട്ട് ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കൃത്യസമയത്ത് കഴിക്കാൻ പറയുന്ന ഒരു രീതിയെങ്കിലും പേരൻസ് അവലംബിക്കണം. സാർ, പിന്നെ മാതാപിതാക്കളെ പോലെ തന്നെ
കുട്ടികളെ ഡിപ്രഷനിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ഘടകമാണ് അധ്യാപകർ. ഒന്നാമത് അവർ ക്ലാസ്സിൽ നടത്തുന്ന ഈ ഒരു കമ്പാരിസൺ, പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ, അങ്ങനെയുള്ളൊരു അത് ഏറെക്കുറെ എല്ലാ ടീച്ചേഴ്സിലും കണ്ടുവരുന്നതാണ്. അവരില്ലാന്ന് പറഞ്ഞാലും ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളോടൊരു പ്രത്യേകത മമതയായിരിക്കും അവരോട്. അത് ആ ഒരു കാണിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും പെട്ടെന്നൊരു വിഷമം തോന്നാറുണ്ട്. ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം, അങ്ങനെ തോന്നാറുണ്ട്. അവിടുന്ന് മൊത്തത്തിലായിട്ട് അവർ ഡിപ്രഷനിലൂടെ നയിക്കാറുമുണ്ട്. അധ്യാപകർ എല്ലാവരെയും ഒരുപോലെ കാണണം, അങ്ങനെയുള്ളൊരു ഇതൊക്കെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് സ്വാഭാവികമായി അവർ കാണിക്കുന്ന ഒരു ഇതാണ്, ഒരു പാർഷ്യാലിറ്റി കാണിക്കാറുണ്ട് പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹം. അതിനെക്കുറിച്ചിട്ട് സാർക്ക് എന്താണ് അധ്യാപകരോട് പറയാനുള്ളത്? എനിക്ക് എൻ്റെ ഈ കൗൺസിലിംഗ് സർവീസിൽ ഒരു എക്സ്പീരിയൻസ്, നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടി, PGക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു, MA ലിറ്ററേച്ചറിന് പഠിക്കുന്ന കുട്ടി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി പഠനം നിർത്തിപ്പോന്നു. അത് പറഞ്ഞ കാരണങ്ങൾ പലതാണ്. പേരൻസ് അത് വിശ്വസിച്ചു. പക്ഷേ ആ കുട്ടി വിവാഹം കഴിഞ്ഞ് ആ കുട്ടി ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കിടന്ന സമയത്ത് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അതിൻ്റെ അമ്മ കൂടെ ഇരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, പഴയ കാര്യങ്ങൾ പറയുന്നു. ആ സമയത്ത് ഏതോ കാര്യത്തിൽ ഈ വിഷയം വന്നപ്പോഴാണ്, അന്നാണ് ഈ കുട്ടി മനസ്സ് തുറന്നത്. എൻ്റെ ഒരു അധ്യാപികയോട് ഉണ്ടായ ഒരു വൈരാഗ്യം കൊണ്ടാണ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത് എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോഴാണ് മമ്മി ചോദിച്ചത്, അന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ മോളെ, എന്തെങ്കിലും രീതിയിൽ അത് നമുക്ക് പരിഹരിക്കാമായിരുന്നല്ലോ. പക്ഷെ കാലം കഴിഞ്ഞു പോയി, കുട്ടിയുടെ ഫ്യൂച്ചർ പോയി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഞാൻ അറിഞ്ഞ സംഭവം. നമ്മളറിയാത്ത എന്തുമാത്രം സംഭവങ്ങളുണ്ട്. കുട്ടികളെ പലതരത്തിൽ അറിഞ്ഞും അറിയാതെയും വേദനിപ്പിച്ച് അവരുടെ മനസ്സ് മുരടിപ്പിക്കുന്ന കുറേ അധ്യാപകരുണ്ട്. അവർക്ക് ചിലപ്പോൾ നല്ല സെറ്റും നെറ്റും PhD ഒക്കെ ഉണ്ടാകാം. പക്ഷേ കുട്ടികളെ ചാൾസൺ ഡാനിയൽ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്, കുട്ടികളോടുള്ള സമീപനം പേരൻസിനോടും ടീച്ചേഴ്സിനോടുമാണ് അദ്ദേഹം പറഞ്ഞത്. സുപ്രീം കോടതി ജഡ്ജിയുടെ നീതിബോധം, അതായത് ഒരു സുപ്രീം കോടതി, നല്ലൊരു സുപ്രീം കോടതി ജഡ്ജി ഒരു നീതിപീഠത്തിലിരിക്കുമ്പോൾ നീതിബോധമുള്ള വ്യക്തിയായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ. കറുത്ത കുട്ടികളുണ്ടാവും, വെളുത്ത കുട്ടികളുണ്ടാവും, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, നേരത്തെ വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറി എല്ലാവരെയും ഒരേപോലെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു നല്ല മനസ്സ്, പക്വതയുടെ ലക്ഷണമാണ്. ഒരു പക്വതയുള്ള മനസ്സ് ടീച്ചേഴ്സിനുണ്ടാകണം. എന്നാൽ മാത്രമേ ഈ കുട്ടികളെ നല്ല രീതിയിലേക്ക് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവരോട് നീയൊന്നും നന്നാവില്ല, നിൻ്റെയൊക്കെ കൾച്ചർ അതാണ്, അല്ലെങ്കിൽ നീ മറ്റേ കുട്ടീനെ കണ്ട് പഠിക്കുക, നീ ഇത്രയും നാളായിട്ട് എങ്ങനെയായി, ഇങ്ങനെയൊക്കെ പരുഷമായ വാക്കുകൾ പറയുമ്പോൾ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ടും എനിക്ക് കിട്ടിയ അനുഭവം ഇതാണല്ലോ, ഞാൻ ഇനി പഠിക്കുന്നില്ല. ആ രീതിയിലേക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ കുട്ടികൾ തയ്യാറാവും. ഇനി ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും അവരിങ്ങനെ യാന്ത്രികമായി പഠിച്ച് നെടുവുറുപ്പിട്ട് അവരുടെ ലൈഫ് പോകുന്ന അവസ്ഥയിലേക്ക് വരും. ടീച്ചേഴ്സിനോടുള്ള ഉപദേശം, എല്ലാവരെയും എൻകറേജ് ചെയ്യുക, ആരെയും ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. മക്കളെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ടീച്ചർ നിങ്ങളുടെ സമയത്ത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ഇത്രയൊന്നും പരിജ്ഞാനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. എങ്കിലും എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റി. നിങ്ങൾക്കിപ്പോൾ ഞാൻ സഹായിക്കാൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഏത് സഹായം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, ഞാൻ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു എന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കെല്ലാം ഞങ്ങളോട് തുറന്നു പറയാം. അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. അങ്ങനെ ഒരു വിശാലമായ മനസ്സ് ടീച്ചേഴ്സിനുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീരും. അതുകൊണ്ട് ടീച്ചേഴ്സിനോടൊരു ഉപദേശം അതാണ്, കുട്ടികളെല്ലാവരെയും സ്നേഹിക്കുക, അംഗീകരിക്കുക. അതാണ്, അംഗീകരിക്കണം. അവരുടേതായ പ്രായത്തിൽ അവരുടേതായ ബലഹീനതകളിൽ അവരെ അംഗീകരിക്കണം, എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ടീച്ചേഴ്സിനോടുള്ള ഉപദേശം. സാർ, എൻ്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മക്കളെ വിളിച്ചുണർത്തിയിട്ട് പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നിരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്.
ഈ പ്രാർത്ഥന എന്നുള്ളത് പഠനത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു? പ്രാർത്ഥന അത് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അത് തീരുമാനിക്കേണ്ടത്. പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവർക്ക് പ്രാർത്ഥിച്ചാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന നല്ലതാണ്, അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും മോസ്കിൽ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതിനു വേണ്ടി നമ്മൾ സമയം അന്ധമായ വിശ്വാസത്തിലേക്ക് പോയി നമ്മളുടെ പഠിക്കാനുള്ള സമയം കളയരുത്. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല, പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമില്ല. ബിഫോർ പ്രെയർ ആൻഡ് ക്ലോസിങ് പ്രെയർ എന്ന് വേണമെങ്കിൽ പറയാം. ബിഫോർ പ്രെയർ, പഠനത്തിന് മുമ്പ് 1 മിനിറ്റ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ബിഫോർ പ്രെയർ എന്ന് പറയുന്നത്. എല്ലാം കഴിയുമ്പോഴും ക്ലോസിങ് പ്രെയർ. എല്ലാം പഠിച്ചു, ഉത്തരം അവിടെ നിന്ന് നൽകണം. അപ്പോൾ അങ്ങനെ ബ്രീഫ് ആൻഡ് സ്വീറ്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ പ്രാർത്ഥിച്ചാലും മതി. അത് പക്വതയിലേക്ക് പേരൻസ് വരണം. അല്ലാതെ അമ്പലത്തിൽ തന്നെ പോകണം, മോസ്കിൽ തന്നെ പോകണം അങ്ങനെ നിർബന്ധമുള്ളവർ പരീക്ഷാ ടൈം കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയത്ത് എത്ര നേരം വേണമെങ്കിലും പള്ളിയിൽ പോയിരിക്കാം, എത്ര നേരം വേണമെങ്കിലും അമ്പലത്തിൽ പോകാം. ആ സമയത്തൊന്നും ഇവരിത് പറയുകയില്ല. അപ്പോൾ അമ്മ വീട്ടിൽ പോകാനും അതിനൊക്കെ സമയം. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുക ഒരു പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ അതിനകത്ത് പറയാം. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. മാതാപിതാക്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, പള്ളിയിൽ പോകണം അമ്പലത്തിൽ പോകണമെന്ന് അവരുടെ അപ്പാപ്പന്മാരും അമ്മമാരും പറഞ്ഞ ഒരു പേരൻ്റ് ഈഗോ സ്റ്റേറ്റാണ് അത്. അപ്പോൾ അത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് വരണം. പക്വമതികളായിട്ട് മാതാപിതാക്കൾ മാറണം. അമ്പലത്തിൽ പോകാം, പക്ഷേ പരീക്ഷ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇപ്പോൾ ഇവിടെ ഇരുന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുക, ഞാനും കൂടി കൂടാം. അങ്ങനെ പക്വമതികളായിട്ട് മാതാപിതാക്കൾ മാറണം. പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ഒരു ബിലീവറാണ്. പ്രാർത്ഥിക്കണം. അത് 1 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ചാലും 1 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ചാലും കേൾക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ പേരിൽ, അമ്പലത്തിൻ്റെ പേരിൽ, പള്ളിയുടെ പേരിൽ പഠനം നഷ്ടപ്പെടുത്തരുത്, സമയം നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു, അതായത് പ്രത്യേകിച്ച് ടീനേജേഴ്സ് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓവറായിട്ട് തടിയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ കാണാൻ ഒരു ഭംഗി കുറവുള്ള കുട്ടികളെ ഒറ്റപ്പെടുത്തി നിർത്താറുണ്ട് കൂട്ടുകാർ. ഒറ്റപ്പെടുത്തി അവരെ മാത്രം കളിക്കാൻ കൂടില്ല, പഠിക്കാൻ കൂടില്ല, ഒന്നിനും കൂട്ടാറില്ല. അതിനെക്കുറിച്ചിട്ട് കുട്ടികളോട് സാറിന് എന്താ പറയാനുള്ളത്? കുട്ടികൾ ഓവർ ഫാറ്റ് വരുത്താതിരിക്കാം. കൂട്ടുകാർ കളിയാക്കുന്നതുകൊണ്ട് മാത്രമല്ല അവരുടെ ലൈഫിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം ഓവർ ഫാറ്റ് വന്നാൽ അല്ലെങ്കിൽ മേജസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠന നിലവാരം മോശപ്പെടും. കാരണം അവർക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും. പിന്നെ അവർക്ക് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, കളിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ശരീരത്തിൻ്റെ ദുർമേജസ് കൊണ്ട് ഇപ്പോൾ ബനിയനൂരി കളിക്കാനൊക്കെ അവർക്ക് ചിലപ്പോൾ നാടകത്തിൽ അഭിനയിക്കേണ്ട രംഗമാണെങ്കിൽ അപ്പോൾ അത് പറ്റില്ല. സ്പോർട്സിൽ ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും, ഓടിക്കഴിയുമ്പോൾ അവർ അണയ്ക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവരെ കലാപരമായ രംഗത്തു നിന്നും കായിക രംഗത്തു നിന്നും പുറകോട്ട് മാറ്റും. അപ്പോൾ അത് അവരുടെ ഫ്യൂച്ചർ പോകും. അവർക്ക് ഉള്ളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, 100 മീറ്റർ ഓടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊക്കെ സാധിക്കാതെ വരുമ്പോൾ അവർ ഞാൻ എങ്ങും എത്തിയില്ലെന്നൊരു പരാജയ ഭീതി, ഒരു അപകർഷതാബോധം അവർക്കുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെപ്പോഴും ശരീരം കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് ചെറുപ്പത്തിലെ ഓടാനും ചാടാനും സ്പോർട്സിൽ ചേരാനൊക്കെ ശ്രമിക്കണം. അങ്ങനെ ശരീരത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി നിർത്തുന്നതാണ് അവർക്ക് അവരുടെ ഫ്യൂച്ചറിനും അവരുടെ കരിയറിനൊക്കെ നല്ലത്. അത് തന്നെയാണ് സാർ ഇന്ന് കാണുന്ന മറ്റൊരു പ്രവണതയാണ് നല്ല രീതിയിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നാലും കായികപരമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നാലും ശോഭിക്കുന്ന കുട്ടികൾ ഈ 10th +2 ലെവൽ എത്തുമ്പോൾ പാരൻസ് ആയിരുന്നാലും ടീച്ചേഴ്സ് ആയിരുന്നാലും കംപ്ലീറ്റ് ആയിട്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു കലയോടും അതേപോലെ തന്നെ കായിക മേഖലയോടുമുള്ള ആ ഒരു വാസന തന്നെ കുറഞ്ഞു പോകാറുണ്ട്, മൊത്തത്തിൽ നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ ആ ഒരു കഴിവിനെ തന്നെ ഇല്ലാതാക്കാറുണ്ട്. സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് മാതാപിതാക്കളോടും അതേപോലെ ടീച്ചേഴ്സിനോടും പറയാനുള്ളത്? ടീച്ചേഴ്സും പേരൻസും ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കലാപരമായ കഴിവുകൾ പഠനത്തെ സഹായിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ കലാപരമായ കഴിവുകളുള്ള കുട്ടി അവൻ ക്ലാസ്സിൽ മുടങ്ങാതെ വരാൻ സാധ്യതയുണ്ട്. കാരണം അവന് വേദികൾ എവിടെ ലഭിക്കുമെന്നറിയണമെങ്കിൽ ക്ലാസ്സിൽ വരണം. അപ്പോൾ അറ്റൻഡൻസ് കിട്ടും. പിന്നെ അവന് ഗ്രേസ് മാർക്ക് കിട്ടും. കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടും. പിന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് അവർക്ക് പല മേഖലകളിലും വിജയം. പിന്നെ അവരാര് നിർബന്ധിച്ചില്ലെങ്കിലും പഠിക്കാൻ തയ്യാറാകും. കാരണം അവർക്ക്
പെർഫോം ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ കളിക്കണമെങ്കിലും പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെങ്കിലും അവൻ കോളേജിൽ പോകണമല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അങ്ങനെയും കോളേജിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടെങ്കിലും അവൻ പഠിക്കാൻ തയ്യാറാവും. അപ്പോൾ പഠനത്തെ ഒരിക്കലും കലാപരമായ കഴിവുകൾ പ്രതികൂലമായിട്ട് ബാധിക്കില്ല. അത് പേരൻസ് ചെയ്യുന്ന മണ്ടത്തരമാണ്. പഠനം പോകും, നീ കലാമത്സരങ്ങൾക്ക് പോകണ്ട, കായിക മത്സരങ്ങൾക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അവരെ ഡിസ്കറേജ് ചെയ്യരുത്. അത് ബാലൻസ് ചെയ്ത് പോകാനായിട്ടാണ് നേരത്തെ പറഞ്ഞത്. ബാലൻസ് ചെയ്ത് പോകണം. കലാപരമായ കഴിവുകളും പഠനവും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കലയ്ക്ക് വേണ്ടി പഠനത്തെയും പഠനത്തിന് വേണ്ടി കലയെയും കളയരുത്. രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. ഒരു ഉദാഹരണമാണ് യേശുദാസ് എന്ന് പറഞ്ഞത്. യേശുദാസ് 10ാം ക്ലാസ് പാസ്സായിരുന്ന സമയത്താണ് അദ്ദേഹം പാട്ടുകാരനായിട്ട് മാറിയത്. പക്ഷേ അദ്ദേഹം അതിനുശേഷം സംഗീതം അഭ്യസിച്ചതോടൊപ്പം ഒത്തിരി പഠനങ്ങളും അദ്ദേഹം വേദപുരാണങ്ങളും ലാംഗ്വേജും പല ഭാഷകളും പഠിച്ചു. പല ഡിഗ്രികളുമൊക്കെ അദ്ദേഹം കൈവശമാക്കി. പല പുസ്തകങ്ങൾ എഴുതി. അതൊരു ഉദാഹരണമാണ്. ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ടി വിയിലൊക്കെ നന്നായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കലാപരമായ കഴിവ് വന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിലും ഉയരണമെന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം പഠനത്തിന് വിധേയനായത്. അതേപോലെ പഠനം ആവശ്യമാണ്, കലയും ആവശ്യമാണ്. രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇന്നത്തെ കാലത്ത് പാരൻസ് എന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ വീടുകളിലും കാണാൻ കഴിയുന്നത് അമ്മ നോക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് പറയും, അമ്മ പഠിപ്പിക്കും. എല്ലാം അമ്മയോട്. അച്ഛന്മാർക്ക് ആ ചെലവിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലാണ്ട് വേറൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതല്ല ഇപ്പോൾ ഏറെക്കുറെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? വളരെ ശരിയാണ്. അത് വളരെ നാളുകൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നമാണ്. ഇത് പലരും എൻ്റെ അടുത്ത് സംശയം ചോദിക്കാറുണ്ട്, ഇതിൻ്റെ പരിഹാരം ചോദിക്കാറുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് പേരൻസിന്, പിതാക്കന്മാർക്ക് ക്ഷമ കിട്ടുന്നില്ല. കുട്ടികളെ ഇരുത്തി പറഞ്ഞ് എഴുതിച്ചും പഠിപ്പിച്ചും പുസ്തകം പൊഴിഞ്ഞു കൊടുത്തും ലേബലൊട്ടിച്ചും അങ്ങനെ ഒരു പ്രക്രിയകളുണ്ടല്ലോ. ഈ LKG UKG ഒക്കെയാണ് ഇതിനകത്ത് കൂടുതൽ പ്രശ്നം വരുന്നത്. ആ സമയത്ത് പിരിവിരിപ്പുള്ള കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനുള്ള ക്ഷമ പേരൻസിന്, പിതാക്കന്മാർക്ക് ഇല്ല. മാതാക്കൾക്ക് കൂടുതൽ അത് കിട്ടുന്നുണ്ട്. പിന്നെ മാതാക്കളോടായിരിക്കും കുട്ടികൾ കൂടുതൽ ഇൻറ്റിമസി കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഇവരിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോയി പിന്നെ അതൊരു ശല്യമായിട്ട് മാറും. അവരാണ്, ഈ പിതാക്കന്മാരാണ് വാസ്തവത്തിൽ ട്യൂഷൻ സെൻ്ററുകൾ ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ബേർഡൻ ഒഴിയാൻ വേണ്ടി അവർ ഞാൻ കൊണ്ടുപോയി ട്യൂഷൻ സെൻ്ററിലാക്കിക്കോളാം, അപ്പോൾ നമുക്ക് തല്ലിയില്ലല്ലോ. അത് മാറ്റിയിട്ട് ചോദ്യം വളരെ പ്രസക്തമാണ്. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളോടൊപ്പം എത്രമാത്രം സഹവസിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ്. സ്റ്റേ വിത്ത് ചിൽഡ്രൻ, പ്ലേ വിത്ത് ചിൽഡ്രൻ, ഈറ്റ് വിത്ത് ചിൽഡ്രൻ, സ്റ്റഡി വിത്ത് ചിൽഡ്രൻ, ഡിസ്കസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് പ്രേ വിത്ത് ചിൽഡ്രൻ. ഗോ ടുഗദർ, ഗ്രോ ടുഗദർ ആൻഡ് ഗ്ലോ ടുഗദർ. കുട്ടികളോടൊപ്പം ഏത് കാര്യത്തിലും മാതാവും പിതാവും സഹവസിക്കണം. രണ്ടുപേർക്കും കൂടി ഉണ്ടായതാണ് കുട്ടികൾ. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ മാതാവും പിതാവും ഒരുമിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് തന്നെ ഒരു മാനസിക വളർച്ച ഉണ്ടാവും. കാരണം രണ്ടുപേരും എനിക്ക് വേണ്ടി, ഫോർ മീ എനിക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു. അതിന് ഞാൻ തിരിച്ചെന്ത് നൽകും, ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കണമല്ലോ. അതെൻ്റെ ആ നല്ല വളർച്ച, നല്ല പെർഫോമൻസാണ് ഞാൻ അവർക്ക് കൊടുക്കുകയാണെന്നുള്ളൊരു ഉത്ബോധം അവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് പിതാക്കന്മാരെ, നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം, അവരോടൊപ്പം സഹവസിക്കണം, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, പഠന ഭാഗങ്ങൾ കൈകാര്യം ചെയ്യൽ എല്ലാം അവരെ സഹായിക്കണം. ഒരു കാര്യം കൂടി അവസരത്തിൽ പറയാം. പേരൻസ് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ, ഞാൻ പല പേരൻറ്റിങ് ക്ലാസ്സുകൾക്കും പോകുന്നതാണ്. പേരൻസ് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ 90% അമ്മമാരാണ്. വളരെ റെയറായിട്ട് ഞാൻ 2 പേരും വന്നിട്ടുള്ള ഒരു കൈപോക്ക് സമ്മാനം കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ സമ്മാനം കൊടുക്കേണ്ടി വരാറില്ല. ഇപ്പോൾ പേരൻസും കൂടി ലീവ് എടുത്ത്, നമ്മൾ ആധാർ കാർഡിന് വേണ്ടി ലീവ് എടുക്കും, ഗ്യാസിന് വേണ്ടി ലീവ് എടുക്കും, കോവിഡിന് വേണ്ടി ലീവ് എടുക്കും. അപ്പോൾ കുട്ടികളുടെ പേരൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്ലാസ്സുകൾ നടക്കുമ്പോൾ മാതാവും പിതാവും ഒരുമിച്ച് ചെല്ലണം. അവർക്കുണ്ടാവുന്നൊരു അനുഭൂതി,
അവർക്കുണ്ടാകുന്നൊരു സന്തോഷം, എൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു എൻ്റെ കാര്യത്തിന് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു അനുഭൂതി വളരെ വലുതാണ്. അത് മാതാവും പിതാവും പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം ഉള്ള പിതാക്കന്മാരെക്കാട്ടും കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത പിതാക്കന്മാർ മക്കളുടെ കാര്യത്തിൽ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എന്നെ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുക. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് MBA ഒക്കെ കഴിഞ്ഞ ആളാണ്. എൻ്റെ ഇളയ മോള് ഇപ്പോൾ 4th പഠിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു 2nd സ്റ്റാൻഡേർഡും 1st സ്റ്റാൻഡേർഡൊക്കെ ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് അച്ഛാ ഇത് ഈ മാത്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ വെറുതെ ഇരിക്കുന്നുണ്ടോ പറയുന്ന ഒരു ഇതാണ്. നീ അമ്മയോട് ചോദിക്കുക, അമ്മ ടീച്ചറല്ലേ, ടീച്ചറാണെങ്കിൽ പിന്നെ ആ മാതാവിൻ്റെ കാര്യം പോക്കാണ്. ആ ഒരു ലെവലിലോട്ടാണ് പോണത്. അമ്മ ടീച്ചറല്ലേ. കാരണം ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിതാക്കന്മാരാണ് ഈ ഒരു മറുപടി പറയുന്നത്. അത് അവരെ പിതാക്കന്മാരോട് ചോദിക്കാൻ തന്നെ പിന്നെ കുട്ടികൾക്ക് താല്പര്യം തോന്നില്ല. അത് ഈ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ജീവിതം അത് പൂർണ്ണമാകണമെന്നില്ല. ഏറ്റവും കൂടുതൽ ക്ഷമയും സഹിഷ്ണുതയും, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ക്ഷമയും സഹിഷ്ണുതയും വേണം. കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാൻ പറ്റണം. കുട്ടികളെ നേടിയെടുക്കേണ്ടത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എന്ന വലിയൊരു ഇൻസൈറ്റ് പേരൻസിന് കിട്ടണം, എസ്പെഷ്യലി പിതാക്കന്മാർക്ക്. അത് അമ്മമാരുടെ ജോലിയല്ല കുട്ടികളെ നോക്കുന്നത്, പഠിപ്പിക്കുന്നത്, പേരൻസ് മീറ്റിങ്ങിന് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ചെയ്യണം എന്ന് പിതാക്കന്മാർക്കൊരു ഉത്ബോധം ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാതാപിതാക്കൾ ഈ കാലഘട്ടങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വരാതിരിക്കില്ല. ഇനി സാറിന് അവരെ ഉപദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷനായിട്ട് അവരോട് സാറിന് എന്താ ഇനി പറയാനുള്ളത്? ഡാഡിക്ക് വേണ്ടി പഠിക്കണ്ട, മമ്മിക്ക് വേണ്ടി പഠിക്കണ്ട, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ട, പിന്നെ ടീച്ചർക്ക് വേണ്ടി പഠിക്കണ്ട. എനിക്ക് സ്വയം ഉയരാൻ, എൻ്റെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ടതായി തീരാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ഒരു ശരിയായ ബോധ്യത്തോടു കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധികളും പല ഉപദേശങ്ങളും തന്ന സാറിന് എൻ്റെ പേരിലും മാതൃദേശം TV യുടെ പേരിലും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.